ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ നിർണായകമെന്ന് വിശേഷിക്കപ്പെട്ട വനിതാ സംവരണ ബിൽ ചർച്ച ഒടുവിൽ ഭരണ പ്രതിപക്ഷ പോരിന്റെ പുതിയൊരു യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും വരുന്നത് കേവലം ഒരു നിയമനിർമ്മാണത്തിന്റെ വാർത്തയല്ല, മറിച്ച് വരാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിന്റെ കൃത്യമായ രാഷ്ട്രീയ ദിശാസൂചനകൾ കൂടിയാണ്. ലോക്സഭയിൽ പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ്. സ്ത്രീകൾക്ക് അധികാരം നൽകാനെന്ന പേരിൽ കൊണ്ടുവന്ന ഈ ബിൽ കേവലം ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണെന്നും പിന്നോക്ക വിഭാഗങ്ങളുടെയും ദളിതരുടെയും അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള ഒളിപ്പിച്ചു വെച്ച അജണ്ടയാണിതെന്നുമാണ് രാഹുലിന്റെ ആഞ്ഞടിക്കൽ. മനുവാദം ഭരണഘടനയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച അദ്ദേഹം ജാതി സെൻസസ് നടപ്പിലാക്കാതെ എന്ത് സംവരണത്തെക്കുറിച്ചാണ് സർക്കാർ സംസാരിക്കുന്നതെന്ന് ആവർത്തിച്ച് ചോദിച്ചു. എന്നാൽ രാഹുലിന്റെ ഓരോ പ്രഹരത്തിനും അത്ര തന്നെ മൂർച്ചയുള്ള മറുപടിയുമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു രംഗത്തെത്തിയതോടെ സഭ പ്രക്ഷുബ്ധമായി. 60 കൊല്ലം രാജ്യം ഭരിച്ച കോൺഗ്രസ് എന്തുകൊണ്ട് OBC വിഭാഗങ്ങളെ മറന്നു എന്ന റിജിജുവിന്റെ ചോദ്യം പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കി. രാഷ്ട്രീയ എതിരാളികൾ തമ്മിലുള്ള ഈ കൊമ്പുകോർക്കൽ കേവലം സംവരണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. പ്രധാനമന്ത്രിയും ചില ബിസിനസ് ഗ്രൂപ്പുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സഭയിൽ മാജിക് ശക്തി തുടങ്ങിയ പദപ്രയോഗങ്ങൾ രാഹുൽ നടത്തിയതും വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. സ്പീക്കറുടെ ശാസനവും സഭയിലെ ബഹളവും വലിയ ചർച്ചയായിരിക്കുകയാണ്. വനിതാ സംവരണം എന്ന ലക്ഷ്യത്തിനപ്പുറം OBC രാഷ്ട്രീയവും ജാതി സെൻസസും മുൻനിർത്തി രാജ്യം പുതിയൊരു വോട്ടെടുപ്പ് ഗോതയിലേക്ക് നീങ്ങുകയാണോ? സഭാ മര്യാദകളെ കുറിച്ചുള്ള സ്പീക്കറുടെ ഓർമ്മപ്പെടുത്തലുകൾ പ്രതിപക്ഷം എങ്ങനെ കാണുന്നു? ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ പോരാട്ടം കത്തിക്കയറുമെന്ന് ഉറപ്പാണ്.